ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെടുക്കാൻ പോകുന്നത് പുലയലഹള, പെരുന്നാട് ലഹള, അതുപോലെ പൗരസമത്വ പ്രക്ഷോഭം. നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പോകുന്നത്. കൃത്യമായിട്ടും കേൾക്കുക. കണക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. വർഷങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. പുലയലഹള. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുലയലഹളയാണ്. പുലയലഹള നടന്ന വർഷം 1915 ആണ്. 1915 ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലയലഹള. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ഒരു ലഹളയാണ് പുലയലഹള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലഹളയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയാണ് ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, പഞ്ചമി. ഓക്കെ, അപ്പൊ പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള നമ്മുടെ അയ്യങ്കാളിയുടെ ഒരു ശ്രമം അത് അധികാരികൾ തടഞ്ഞു. അപ്പോൾ അതിനെതിരെ നടന്നിട്ടുള്ളതാണ് എന്ത്, പുലയലഹള എന്ന് പറയുന്ന ഈ ലഹള. ഓക്കെ, 1915 നടന്ന പുലയലഹള. എന്താണ്, പഞ്ചമി എന്ന് പറഞ്ഞ ഒരു ദളിത് വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞു. അതായത് സവർണരായിട്ടുള്ള ആൾക്കാർ തടഞ്ഞു. അതിനെതിരെ നടന്നിട്ടുള്ള ലഹളയാണ് പുലയലഹള എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്, വർഷം പറയുന്നുണ്ട്. 1915 പുലയലഹള നടന്നിട്ടുള്ളത്. അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി നമുക്ക് നേരത്തെ കിട്ടിയ അല്ലെ, അയ്യങ്കാളിയാണ് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിന് അടുത്തുള്ള ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നത് കൊണ്ട് തന്നെ ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നുണ്ട്. ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്, പുലയലഹള തന്നെയാണ് ഊരൂട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നത്. കൊല്ലവർഷം 1900 അല്ലെ, 1990 നടന്നതിനാൽ ഈ 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. കൊല്ലവർഷം 1990 നടന്നത് കൊണ്ട് തന്നെ ഇത് 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ് മാത്രമാണ് നിങ്ങൾ ഇതിന് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞുതരാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്, പുലയലഹള 1915 നടന്നത് പറഞ്ഞല്ലേ. അപ്പൊ പുലയലഹള എന്ന് ഓർമ്മിക്കാൻ ഞാൻ അല്ലെ പുലിയായിട്ടാണ് എടുത്തത് കേട്ടോ. പുലിയായിട്ടാണ് എടുത്തത്. അപ്പോൾ ഒരു 5 പുലി ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു 5 പുലി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്റ്റോറിയൊക്കെ അറിയാം. എന്താണ്, പണ്ട് അയ്യപ്പനാണ് പുലിയുടെ പുറത്ത് പാലൊക്കെ ഇത് എടുത്തിട്ട് വന്നത് എന്നുള്ളൊരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ പുലി നമ്മൾ 5 കണക്ട് ചെയ്തിട്ടുണ്ട്. 5 പുലി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അയ്യപ്പനാണ് പുലിയുടെ പുറത്ത് കയറി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം 5 പുലി എന്ന് പറയുന്നത് ഞാൻ 1915 കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതുപോലെ അയ്യപ്പനാണ് പുലിയുടെ പുറത്ത് കയറി വരുന്നത് അല്ലെ. അപ്പൊ അയ്യപ്പൻ, അയ്യങ്കാളിയുമായിട്ട് കണക്ട് ചെയ്യുക. പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്, അയ്യങ്കാളിയാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു പേര് കണക്ട് ചെയ്യണം. എന്താണ്, പഞ്ചമി എന്നുള്ളൊരു പേരും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 5 പുലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1915 കണക്ട് ചെയ്യാൻ 5 പുലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ 5 അല്ലെ, പഞ്ചമി എന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പഞ്ചമി കാരണം ആ സ്റ്റോറിയിലെ ഒരു കഥാപാത്രമാണ് പഞ്ചമി. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് 2 പ്രധാന പോയിന്റ് ആണ്. ഊരൂട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഊരൂട്ടമ്പലം ലഹള നമ്മൾ എന്താ എടുത്തത്, പുലിയാണല്ലേ എടുത്തത്. അപ്പോൾ ഈ പുലിക്ക് നമ്മൾ ഉരുട്ടിയിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഊരൂട്ടമ്പലം ലഹള എന്ന് എടുക്കുക. അല്ലെങ്കിൽ പുലിയൊക്കെ അമ്പലത്തിൽ കാണുന്നോ അല്ലെങ്കിൽ അന്നേരം ഉരുട്ടി ഫുഡ് കൊടുക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പൊ എന്താണ് ഊരൂട്ടമ്പലം ലഹള. പിന്നെ എന്താണ് കണക്ട് ചെയ്യേണ്ടത്, 90-ാം ആണ്ട് ലഹള. അപ്പോൾ ഒരു 90 വയസ്സായ പുലിയാണെന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടി കിട്ടും. അപ്പൊ പുലയലഹളയുടെ മറ്റ് 2 പേരുകളാണ്. പുലിക്ക് നമ്മൾ ഉരുട്ടി കൊടുക്കാറുണ്ട്, ഊരൂട്ടമ്പലം ലഹള. അതുപോലെ 90 വയസ്സായ പുലിയാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക, 90-ാം ആണ്ട് ലഹള. ഓക്കെ, അപ്പോൾ പോയിന്റ്സിനെ മാത്രം പറയാം. പുലയലഹള നടന്നത് 5 പുലി ഉണ്ടെന്ന് പറഞ്ഞു, 1915. പിന്നെ കൂടെ എന്താണ്, പഞ്ചമി കൂടി ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ പുലിയുടെ പുറത്ത് കയറി വരുന്നത് അയ്യപ്പനാണ്. അപ്പൊ നേതൃത്വം കൊടുത്ത വ്യക്തി അയ്യങ്കാളിയാണ്. എന്താണ് വേറെ പറഞ്ഞത്, ഊരൂട്ടമ്പലം ലഹള. ഈ പുലിക്കൊക്കെ നമ്മൾ ഉരുട്ടിയിട്ടാണ് അമ്പലത്തിൽ നിന്ന് ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. 90 വയസ്സായ പുലിയാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. 1915 അയ്യങ്കാളിയാണ്. പഞ്ചമി എന്നുള്ളൊരു കുട്ടി പറയുന്നുണ്ട്. ഊരൂട്ടമ്പലം ലഹള
90-ാം ആണ്ട് ലഹള. അപ്പോൾ ഈ പോയിന്റ് മാത്രമായിട്ട് പഠിക്കുക, കണക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാമത്തേതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പെരിനാട് ലഹള. 1915 നടന്ന സെയിം വർഷമാണ്, സെയിം വ്യക്തിയാണ് നേതൃത്വം കൊടുത്തത് കേട്ടോ. പുലിയ ലഹളയും പെരിനാട് ലഹളയും അയ്യങ്കാളി തന്നെയാണ്. 1915 തന്നെയാണ് കേട്ടോ പെരിനാട് ലഹള നടന്നത്. 1915 പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി അയ്യങ്കാളി തന്നെയാണ്. പുലയർ ഉൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായ കല്ലുമാല അല്ലെ കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിയണം എന്നായിരുന്നു ആ സമയത്ത് ഒരു നിയമം എന്ന് പറയുന്നത്. അതിനെതിരെ നടത്തിയതാണ് പെരിനാട് ലഹള. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന പോലെയുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർക്ക് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ലഹളയാണ് പെരിനാട് ലഹള. നടന്നത് എവിടെയാണ്? പ്രധാന സമര കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലത്താണ് കേട്ടോ ഈ പെരിനാട് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അതുപോലെ പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട് കല്ലുമാല സമരം. ഓക്കെ, നമുക്ക് ചെറിയ ചെറിയ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പെരിനാട് ലഹളയാണല്ലേ. പെരിനാട് ലഹള എന്ന് പറയുമ്പോൾ പെരിനാട്, പെരുത്ത് എന്ന് നമ്മളിങ്ങനെ പറയാറില്ലേ, പെരുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറയില്ല, അത് കുറേ ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ പെരുത്ത് കല്ലിലൊരു നാടാണ് വിചാരിക്കുക. പെരിനാട് പെരുത്ത് കല്ലിലൊരു നാട്. അപ്പൊ പെരുത്ത് കല്ലുള്ള നാട്ടില് എന്താണ്, കല്ല് കൊണ്ടാണ് എല്ലാവരും ആഭരണങ്ങളൊക്കെ ഇടുന്നത് ചുമ്മാ ഒന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് കല്ല് എന്നുള്ളത് കണക്ട് ചെയ്യാം. പെരുത്ത് കല്ല് എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. പെരുത്ത് കല്ല്. അപ്പോൾ പെരിനാട് ലഹള എന്ന് പറയുന്നത് നമ്മൾ കല്ലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. പെരിയ കല്ല് എന്നൊക്കെ ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ഇത് പെരിനാട് ലഹള എന്താണെന്ന് ഒരു കണക്ഷനും ഇല്ല. ഒരു പേരിൽ തന്നെ നമുക്ക് കല്ലുമാല സമരം എന്ന് ഓർത്തെടുക്കാനുള്ള ഒരു കണക്ഷനും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പെരിയൊരു കല്ലുണ്ട് എന്നൊക്കെ ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ കല്ലൊക്കെ തട്ടി വീണാൽ നമുക്ക് പരിക്ക് പറ്റും എന്നൊക്കെ ഇതിലുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. പരിക്ക് പറ്റും, കല്ല് തട്ടിയാൽ പരിക്ക് പറ്റും, പരിക്ക്, പെരിനാട്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്ലുമാല സമരമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത് കൂടി എന്താണ്? പെരിനാട് ലഹളയാണ്. പെരിനാട് ലഹള എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ താഴ്ന്ന ജാതിക്കാർക്ക് കല്ല് കൊണ്ടുള്ള ആഭരണം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റ് ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അയ്യങ്കാളി എന്ത് ചെയ്തു? മറ്റ് എല്ലാ ആഭരണങ്ങളും ഉപയോഗിക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു. അതാണ് പെരിനാട് ലഹള. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പ്രധാന സമര കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലമാണ്. കല്ലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ, ഒരു പെരിയ കല്ല്. അപ്പൊ പെരിയ കല്ല് കൊല്ലമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. കൊല്ലത്താണ് പെരിനാട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അതുകൊണ്ട് പ്രധാന സമര കേന്ദ്രം എന്ന് ചോദിച്ചാൽ ആൻസർ പറയേണ്ടത് കൊല്ലമാണ്. ഓക്കെ, അപ്പൊ എന്താണ്? പെരിനാട് ലഹളയാണ്. 1915 തന്നെയാണ്. വ്യക്തിയും സെയിം ആണ്, അയ്യങ്കാളി. ഓക്കെ, അയ്യങ്കാളി. നെക്സ്റ്റ് എന്താണ്? പുലിയർ ഉൾപ്പെടെ താഴ്ന്ന അയ്യങ്കാളിന്ന് ഓർത്ത് വെക്കാൻ പെരിയ ദൈവമാണ് കാളി എന്നൊക്കെയുള്ള രീതിയിലൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. പെരിയ ദൈവമാണ് കാളി, ചുമ്മാ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ ഇതൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾ അറിയുന്ന ആ രീതിയിൽ തന്നെ പോയിക്കോളുക. ഓക്കെ, പുലരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ടുള്ള കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന പോലെ ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു. പ്രധാന സമര കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? കല്ലുമാല സമരമാണ് അല്ലേ. കൊല്ലം. ഓക്കെ, കൊല്ലമായിട്ട് കണക്ട് ചെയ്യാം. പെരിനാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് കല്ലുമാല സമരം. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. പൗരസമത്വ പ്രക്ഷോഭമാണ്. പൗരസമത്വ പ്രക്ഷോഭം അതിൽ തന്നെ ഉണ്ടല്ലേ, പൗരന്മാരൊക്കെ സമത്വമായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള 1919 മുതൽ 22 വരെയുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു പൗരസമത്വ പ്രക്ഷോഭം. ഓക്കെ, അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം. എന്താണ്? അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം. അപ്പൊ അത് നടന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1919 മുതൽ 22 വരെ. ഇതിലെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ജോൺ ജോസഫ്, അതുപോലെ മാധവൻ. ജോൺ ജോസഫ് മാധവൻ. ഓക്കെ, ജോൺ ജോസഫ് മാധവൻ. ആ പേര് ഒരു ലെവലിൽ തന്നെ പഠിച്ചു വെക്കുക. ജോണ് ജോസഫ് പിന്നെ മാധവനും. ഓക്കെ, നെക്സ്റ്റ് പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. പൗരസമത്വ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. ഓക്കെ, പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് എന്ന് പറയുന്നത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം, അല്ലെ? സമത്വത്തിനുള്ള പ്രക്ഷോഭം, പൗരസമത്വ പ്രക്ഷോഭം, അല്ലെ? പൗരന്മാരൊക്കെ സമത്വം, എല്ലാവർക്കും സമത്വം വേണം എന്നുള്ള ഒരു പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം. സമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? റിസൾട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു. ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു. ഓക്കെ, പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച A.K. പിള്ളയുടെ ഒരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ പേരാണ് സ്വരാട്. സ്വരാട്. ഓക്കെ, അപ്പോൾ എന്താണ്? പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച A.K. പിള്ളയുടെ പത്രമാണ് സ്വരാട്. ഈ പത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച A.K. പിള്ളയുടെ പത്രം. അപ്പൊ സ്വരാട് ആരുടെ പത്രമാണ്? A.K. പിള്ളയുടെ പത്രമാണ്. അത് നമുക്കൊന്ന് ആദ്യം കണക്ട് ചെയ്യാം. സ്വരാട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സ്വന്തം ആടിനൊക്കെ കൊടുക്കുന്നത് പള്ളിയിലാണെന്നുള്ള രീതിയിലൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. പള്ളി, പിള്ള ആയിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. A.K. പിള്ളയുടെ പത്രമാണ് സ്വരാട്. ആടിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ എന്താണ്? പള്ളിയിലാണെന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ഓർത്ത് വയ്ക്കുക. പള്ളി, പിള്ളയുടെ പത്രമാണ് സ്വരാട്. പിന്നെ എന്താ കണക്ട് ചെയ്യേണ്ടത്? പൗരസമത്വ പ്രക്ഷോഭമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഈ സ്വരാട് എന്ന് പറയുമ്പം ആട്, സ്വരാട്, സ്വരാജ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാലോ. അപ്പൊ അതൊരു പൗരന്റെ പേരാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ സ്വരാട്, ആടുകളൊക്കെ ഒരുപോലെയാണ്, സമത്വമാണ്, സമമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച A.K. പിള്ളയുടെ പത്രം സ്വരാടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പൗരസമത്വ പ്രക്ഷോഭത്തിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായിട്ട് നടന്ന പ്രക്ഷോഭമാണ്. ജോൺ ജോസഫ് മാധവൻ നേതാക്കളാണ്. ശ്രീമൂലം തിരുനാളാണ് ആ സമയത്തെ തിരുവിതാംകൂറിലെ രാജാവ്. മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം. ഇതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അനന്തരഫലം എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദേവസ്വം വകുപ്പിനെ എന്ത് ചെയ്തു? റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു. ശ്രീമൂലം തിരുനാളിന്റെ സമയത്താണ് ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചത്. അത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീമൂലം തിരുനാൾ ഈ ദേവസ്വം വകുപ്പിനെയും റവന്യൂ വകുപ്പിനെയും രണ്ടും മൂലക്കാക്കി എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീമൂലം തിരുനാൾ. അപ്പൊ ആ സമയത്ത് ഉണ്ടായ ഒരു പത്രമാണ് പിള്ളയുടെ, A.K. പിള്ളയുടെ സ്വരാട്. ഓക്കെ, അപ്പൊ എന്താണ്? പുലയലഹള പറഞ്ഞിട്ടുണ്ട്, പെരിനാട് ലഹള, പൗരസമത്വ പ്രക്ഷോഭം. 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുലയലഹള എന്താണ് പറഞ്ഞത്? 1915 ദളിത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ്. പഞ്ചമി അല്ലെ, 5 പുലിയാണ്. പിന്നെ പഞ്ചമിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പുലിയുടെ പുറത്ത് അല്ല അയ്യപ്പന്റെ പുറത്താണ് പുലിയുടെ പുറത്താണ് അയ്യപ്പൻ വരുന്നത് എന്നൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, അയ്യങ്കാളിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? ഉരുട്ടി കൊടുക്കും അല്ലെ ഫുഡ്. ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് പെരിനാട് ലഹളയാണ് 1915. പെരിയ കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ കല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കല്ലുമാല സമരം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കല്ല് കൊല്ലത്താണ്. പ്രധാന സമര കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലമാണ്. അപ്പൊ കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ആരുടെ? അയ്യങ്കാളി നേതൃത്വം നൽകിയത്. ഓക്കെ, നെക്സ്റ്റ് പൗരസമത്വ പ്രക്ഷോഭം എന്ന് പറയുന്നത് അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ്. പൗരസമത്വ പ്രക്ഷോഭം നടന്നത് 1919-22 കാലഘട്ടത്തിൽ. ജോൺ ജോസഫ് മാധവനാണ് നേതാക്കള്. ശ്രീമൂലം തിരുനാളാണ് ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. സമത്വവാദ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നുണ്ട്. റിസൾട്ട് എന്തായിരുന്നു? ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു. ആ സമയത്ത് ഒരു പത്രമുണ്ട്, A.K. പിള്ളയുടെ പത്രം സ്വരാട്. അപ്പൊ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യാം. കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.